ആഗസ്റ്റ് 16 ഞായറാഴ്ച ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 8ാം സ്ഥാനത്ത് ബദ്ബാര 1947 എന്ന ഹിന്ദി ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,90,90,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7,30,30,000 രൂപയാണ് കളക്ട് ചെയ്തത്. 7ാം സ്ഥാനത്ത് ഒരു ഹോളിവുഡ് ചിത്രമാണ്. ഇത് എൻഡ് ഓഫ് ഓക്ക് സ്ട്രീറ്റ് എന്ന ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 5,35,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 15,90,000 രൂപയാണ് കളക്ട് ചെയ്തത്. 6ാം സ്ഥാനത്ത് ഒരു ഹിന്ദി ചിത്രമാണ് അവരാവൻ 2 എന്ന ഹിന്ദി ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7,30,30,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 20,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 5ാം സ്ഥാനത്ത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഹോളിവുഡ് ചിത്രം ഇത് ഒഡീസി എന്ന ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9,30,30,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 31 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 31 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 12,87,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ്. 4ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 18 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 18 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35,15,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത നോൺ ഇന്ത്യൻ മൂവീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രം. 3ാം സ്ഥാനത്ത് സൂര്യ നായകനായി എത്തിയ വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,45,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,70,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷനുമായി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രത്തിന്റെ കേരള റൈറ്റ്സ് 3,25,00,000 രൂപയ്ക്കാണ് വാങ്ങിയത്. അതിന്റെ 68% ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും തിയേറ്ററിക്കൽ റിക്കവറിയായി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് വിസ്മയ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ തുടക്കം എന്ന ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,57,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 21 കോടിയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനുമായി ചിത്രം 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2026 ഇതുവരെ റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളിൽ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് തുടക്കം എന്ന ചിത്രം. 1ാം സ്ഥാനത്ത് ലോകേഷ് കനകരാജ് നായകനായി എത്തിയ DC എന്ന തമിഴ് ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 16,45,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷനുമായി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ചിത്രത്തിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും DC എന്ന ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുമ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ കിട്ടുന്നില്ല എന്നത് നിരാശാജനകമാണ്.